നീലച്ചോര എന്ന ചോരയില്ല, എല്ലാവർക്കും ഒരേ ചുവന്ന ചോരയെന്ന് ഈ റസൂൽ പഠിപ്പിച്ചു. അതുകൊണ്ട് ലോക ചരിത്രകാരന്മാർ ഒന്നടങ്കം പറഞ്ഞു, ഇത് മഹാനാണ്, ഇത് മഹാനാണ്, ഇത് മഹാനാണ്, ഇത് ലോകം കണ്ട മഹാന്മാരിൽ മഹാനാണ്. മൈക്കിൾ ഹാർട്ട് പറഞ്ഞു, പ്രൊഫസർ നോൾഡക്ക് പറഞ്ഞു, ആഡം മിറ്റ്സ് പറഞ്ഞു, ഇർവിംഗ് റോസന്താൾ പറഞ്ഞു, മഹാത്മാഗാന്ധി പറഞ്ഞു, പണ്ഡിറ്റ് നെഹ്റു പറഞ്ഞു, ലോക ചരിത്രത്തിലെ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും സാഹിത്യകാരന്മാരും, എന്തിനേറെ നെപ്പോളിയൻ എന്ന ലോകത്തെ പിടിച്ച് വിറപ്പിച്ച രാജാവ് അല്ലെങ്കിൽ രാഷ്ട്രീയ തേരാളി, ഫ്രാൻസിന്റെ ഉൾപ്പുളകമായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു, എനിക്ക് രണ്ട് മോഹങ്ങളേ ഉള്ളൂ, ഒന്ന് ലോകത്ത് ജയിച്ചടക്കണം, രണ്ടാമത്തേത് ഞാൻ ജയിച്ചടക്കിയ ലോകത്ത് മുഹമ്മദ് നബി സൃഷ്ടിച്ച അതേ മാതൃകയിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം, അതാണ് എന്റെ മോഹമെന്ന് റസൂലിന്റെ അനുയായിയല്ലാത്ത, ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത നെപ്പോളിയൻ ബോണപ്പാർട്ട് പോലും വിളിച്ചു പറഞ്ഞു. ആ റസൂലിനെ ലോകം അംഗീകരിച്ചു മഹാനാണ്. പക്ഷെ ലോകം അംഗീകരിക്കുന്നതിനേക്കാൾ അല്ലാഹു അംഗീകരിച്ചു, അല്ലാഹു മഹത്വത്തിലേക്ക് ഉയർത്തി.